ലക്ഷങ്ങളുടെ സാലറി, ഇന്റർനാഷണൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഹൈലി റെപ്യൂട്ടഡ് കരിയർ എന്നിങ്ങനെ ഒരുപാട് വലിയ സ്വപ്നങ്ങളുമായിട്ട് ACC, CMA, USC പോലുള്ള കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് വരുന്ന പകുതി സ്റ്റുഡൻസും ഈ ഒരു കോഴ്സിന്റെ പകുതിയിൽ വെച്ചിട്ട് തന്നെ ആ ഒരു ഡ്രീം ഉപേക്ഷിച്ച് പോകുന്നതായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളോളം ഇതിൽ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും പല സ്റ്റുഡൻസിനും അവർ ഒരുപാട് സ്വപ്നം കണ്ടു വന്നിട്ടും പകുതി വഴിയിൽ ആ ഒരു സ്വപ്നം ഉപേക്ഷിക്കേണ്ടി വരുന്നത്? അത് സ്റ്റുഡൻസിന്റെ കുഴപ്പമാണോ അതെയോ ഈ കോഴ്സിന്റെ കുഴപ്പമാണോ? ആക്ച്വലി കോഴ്സിന്റെ കുഴപ്പമല്ല, സ്റ്റുഡൻസിന്റെ കുഴപ്പമല്ല. ഈ ഒരു കോഴ്സിലേക്ക് വരുമ്പോൾ ACCA, CMA, USC പോലുള്ള പ്രൊഫഷണൽ കോഴ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു റൈറ്റ് ഗൈഡൻസ് ഉണ്ട്. അത് കിട്ടാതെ റോങ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ കേട്ട് റോങ് ആയിട്ടുള്ള കുറേ എക്സ്പെക്റ്റേഷൻസും അല്ലെങ്കിൽ എന്താണ് ഈ എക്സാം, എന്താണ് ഈ കോഴ്സ്, ഇതിനെപ്പറ്റി കറക്റ്റ് ആയിട്ടുള്ളൊരു ഐഡിയ ഇല്ലാതെ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ്, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്തു പോകുന്ന സ്റ്റുഡൻസ് ആണ്. എങ്ങനെയെങ്കിലും ഒക്കെ പാസ്സായി പോയാൽ മതി, ആ ഒരു ഇതോടെ മുമ്പോട്ട് പോകുന്ന സ്റ്റുഡൻസ് ആണ് പലപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നതും ഈവൻ പാസ്സായിട്ട് പോലും പ്ലേസ്മെൻറ്റിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്നതും. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ACC അല്ലെങ്കിൽ CMA, USC പോലുള്ള കോഴ്സുകളിൽ ജോയിൻ ചെയ്യുമ്പോൾ കമ്പൽസറി ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് ആണ്. അപ്പോൾ നിങ്ങളൊരു ACC സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ CMA, USC സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിൽ നിന്ന് വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കുക. അതുപോലെ ഇതറിയാത്ത നിങ്ങളുടെ മറ്റു ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർ കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ്, എന്തുകൊണ്ടായിരിക്കും ഒരുപാട് സ്വപ്നം കണ്ട്, ഒരുപാട് ഡ്രീം ചെയ്ത്, ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ഈ ഒരു കോഴ്സിലേക്ക് വന്നിട്ട് ഇതൊരിക്കലും ഒരു കോഴ്സിൻ്റെ കുഴപ്പമില്ല. ACC ആണെങ്കിലും CMA, USC ആണെങ്കിലും മറ്റ് കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ പേര് പോലെ തന്നെ എന്താണ്, അത്രയും വാല്യൂ ഉള്ള കോഴ്സുകൾ തന്നെയാണ്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും സ്റ്റുഡൻസ് ഇതിൽ സ്ട്രഗിൾ ചെയ്യുന്നത്? എന്തുകൊണ്ടായിരിക്കും ഈ ഒരു കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകളിൽ നമുക്കറിയാം പാസ് പെർസെൻറ്റേജ് എപ്പോഴും ലോ ആണ്. എന്തുകൊണ്ടായിരിക്കും പാസ് പെർസെൻറ്റേജ് ലോ ആകുന്നതും ഒരുപാട് സ്റ്റുഡൻസ് ഫെയിൽ ആകുന്നതും? ഫസ്റ്റ് റീസൺ റോങ് എക്സ്പെക്റ്റേഷൻ ആണ്. അതായത് ഈ ഒരു കോഴ്സിലേക്ക് വരുമ്പോൾ കറക്റ്റായിട്ട് എന്താണെന്ന് അറിഞ്ഞിട്ടായിരിക്കില്ല. ACCയുടെയും CMA, USCയുടെയും കാര്യം എടുക്കുകയാണെങ്കിൽ പല സ്റ്റുഡൻസും ഫസ്റ്റ് കേൾക്കുന്ന ഒരു ഇംപ്രഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ കോഴ്സുകളായിട്ടുള്ള CAനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, ഇന്ത്യൻ CA, CMA വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ACC, CMA, USC വളരെ ഈസിയാണ്, അതുകൊണ്ട് വേഗം വരൂ, വേഗം പാസ്സാകാം, വേഗം ജോലിയിൽ കയറാം, ആ ഒരു എക്സ്പെക്റ്റേഷൻസ് വെച്ചിട്ടാണ് പല സ്റ്റുഡൻസും ഇതിൽ വരുന്നത്. അതുപോലെ സ്റ്റാർട്ടിങ് ടൈമിൽ കറക്റ്റായിട്ടൊരു റോഡ് മാപ്പ്, കറക്റ്റായിട്ടൊരു ഗൈഡൻസ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഒരുപാട് പ്രഷർ, പെട്ടെന്ന് പാസ്സാകാനായിട്ട് ഒരുപാട് പ്രഷർ കാര്യങ്ങൾ എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കോഴ്സിലേക്ക് വരുന്ന സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് എഫേർട്ട് ഇടാത്തത് കൊണ്ടല്ല നിങ്ങൾ പലപ്പോഴും ഫെയിൽ ആകുന്നത്. നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു സ്ട്രാറ്റജി ഇല്ലാത്തത് കൊണ്ട്, കറക്റ്റായിട്ടൊരു ക്ലിയർ ഐഡിയ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രൊഫഷണൽ കോഴ്സസ് ചൂസ് ചെയ്യുമ്പോൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ഇതൊരു പ്രൊഫഷണൽ കോഴ്സാണ്. നിങ്ങളിപ്പോൾ ഒരു നോർമൽ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് തലേ ദിവസം അല്ലെങ്കിൽ ആ ഒരു ലാസ്റ്റ് മന്ത് അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് വീക്കൊക്കെ കുറേ അങ്ങ് പ്രിപ്പയർ ചെയ്ത് കുറേ ബുക്കൊക്കെ റീഡ് ചെയ്ത് കുറേ കാണാപ്പാടമൊക്കെ പഠിച്ച് നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റുമായിരിക്കും. നോർമലി ഉള്ള നമ്മുടെ കോഴ്സസൊക്കെ അങ്ങനെയാണ്. പക്ഷേ പ്രൊഫഷണൽ കോഴ്സസിൻ്റെ കേസിൽ വരുമ്പോൾ അത് നടക്കില്ല, അത് ആപ്ലിക്കബിൾ ആകില്ല. കാരണം പ്രൊഫഷണൽ കോഴ്സസിൽ ഒരിക്കലും ടെസ്റ്റ് ചെയ്യുന്നത്, ACCയിലാണെങ്കിലും CMA, USCയിലാണെങ്കിലും ഒന്നും ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ കുറേ കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചിട്ട് ഉണ്ടോ എന്നുള്ളതല്ല, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ലെവലാണ്. ആക്ച്വലി നിങ്ങൾ നാളെ ഒരു കമ്പനിയിൽ പോയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് മാനേജ്മെൻറ്റ് ലെവലിൽ അല്ലെങ്കിൽ ടോപ്പ് പൊസിഷൻസിലൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ അവിടെ വരുന്ന സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾ കേപ്പബിൾ ആണോ, അതൊക്കെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അവിടെ നമുക്ക് സിറ്റുവേഷൻസ് ആണ്, നിങ്ങൾ ആ ഒരു കോൺസെപ്റ്റ്സ്, നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് എത്രത്തോളം ഉണ്ട്, അതൊക്കെയാണ് ആക്ച്വലി ടെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് കാണാപ്പാടം പഠിക്കുന്ന പരിപാടി ഇവിടെ വർക്ക് ആവില്ല. കോൺസെപ്റ്റ്സ് മനസ്സിലാക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ആ ഒരു വേയിലാണ് നമുക്ക് ആക്ച്വലി ഈ ഒരു പ്രൊഫഷണൽ കോഴ്സസിനെ നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുക. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നിങ്ങൾ ഏതൊരു കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സ് ചൂസ് ചെയ്യുകയാണെങ്കിലും, അത് ACC ആയിക്കോട്ടെ, CMA, USC ആയിക്കോട്ടെ, ഇന്ത്യൻ കൊമേഴ്സ് കോഴ്സുകളായിക്കോട്ടെ, ഫെയിലിയർ ഈസ് പാർട്ട് ഓഫ് ദ ജേർണി. അതായത് നമ്മൾ വരുന്നത് എല്ലാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാവണം. എപ്പോഴും അത് തന്നെയാണ് നല്ലത്. നമുക്ക് എപ്പോഴും ഫസ്റ്റ് അറ്റംപ്റ്റിലായിരിക്കും കുറച്ചുകൂടി ഈസി ആയിട്ട് പഠിക്കാൻ. ഏത് പേപ്പർ ആണെങ്കിലും ഫസ്റ്റ് അറ്റംപ്റ്റിലായിരിക്കും നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബെസ്റ്റ് അറ്റംപ്റ്റ് വരാം. പക്ഷേ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ഇതുകൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക, എവിടെയെങ്കിലൊക്കെ വെച്ച് നമ്മൾ ഫെയിലിയേഴ്സ് ഫേസ് ചെയ്യേണ്ടി വരുവാടോ. ഇപ്പോൾ നിങ്ങൾ പാസ്സായി കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ഓൾറെഡി ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു നോക്കിയോ, ഒരു 90% ആൾക്കാരും
മേ ബി മോർ ദാൻ 90% എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും ഫെയിലിയേഴ്സ് ഫേസ് ചെയ്തിട്ടുള്ളവർ തന്നെയായിരിക്കും, എന്തെങ്കിലും സ്ട്രഗിൾസ് ഫേസ് ചെയ്തിട്ടുള്ളവരായിരിക്കും. അപ്പോൾ ആക്ച്വലി ആ ഒരു ഫെയിലിയർ ഫേസ് ചെയ്തിട്ടും നിങ്ങൾക്ക് വീണ്ടും അതിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്നുണ്ടോ? വീണ്ടും നിങ്ങൾക്ക് അടുത്ത ആ ഒരു പേപ്പർ വീണ്ടും, അല്ലെങ്കിൽ ഞാൻ ഒരു പേപ്പർ ഫെയിലായി, നാളെ തന്നെ പിന്നെ എന്നാൽ ഇത് പഠിക്കാൻ പറ്റില്ല, ഇനി എന്നാൽ വേറെ കോഴ്സ് ചൂസ് ചെയ്യാം, അങ്ങനെയാണെങ്കിൽ ദയവ് ഇത് ചൂസ് ചെയ്യരുത്. എവിടെയൊക്കെ വെച്ച് നിങ്ങൾ ഫെയിലിയർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുന്ന ടൈമിൽ അത് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടി നമുക്ക് വേണം. പല സ്റ്റുഡൻസും 10th ഫുൾ A+, +2 ഫുൾ A+, അവരുടെ ലൈഫിൽ ഫുൾ മാർക്ക് കിട്ടിയിട്ടായിരിക്കും ഇതുവരെ വന്നിട്ടുള്ളത്. പെട്ടെന്ന് മാർക്ക് കുറയുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേപ്പർ ഫെയിലാകുമ്പോൾ പിന്നെ ജീവിതമേ തീർന്നു എന്ന ആറ്റിറ്റ്യൂഡിലാണ് നിൽക്കുക. ഇതൊരു പ്രൊഫഷണൽ കോഴ്സാണ്, അതിൻ്റേതായിട്ടുള്ള സ്ട്രഗിൾസ് ഉണ്ട്. മേ ബി നിങ്ങൾക്ക് മാർക്ക് കുറയും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഫെയിലാകും, അതൊക്കെ ഈ ജേർണിയുടെ പാർട്ടാണ്. അപ്പോൾ അത് ആ ഒരു സ്പിരിറ്റിൽ എടുക്കാൻ പറ്റണം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാവുന്നതാണ് എപ്പോഴും ബെസ്റ്റ്. കാരണം ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ നമ്മൾ പഠിക്കുന്ന ആ ഒരു മോട്ടിവേഷൻ, കോൺഫിഡൻസ് ഒന്നും സെക്കൻഡ് അറ്റംപ്റ്റിൽ കിട്ടില്ല. അപ്പോൾ എപ്പോഴും എല്ലാ പേപ്പേഴ്സും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവാനുള്ള എഫേർട്സ് നിങ്ങൾ എടുക്കണം. അല്ലാതെ ഫെയിലായിക്കോ കുഴപ്പമില്ല എന്നല്ല ഉദ്ദേശിച്ചത്. പക്ഷേ ഫെയിലിയർ എവിടെയെങ്കിലൊക്കെ വെച്ച് ഫേസ് ചെയ്യേണ്ട വന്നു കഴിഞ്ഞാൽ അത് ആ ഒരു സെൻസിൽ, അല്ലെങ്കിൽ നമുക്ക് വീണ്ടും മോട്ടിവേറ്റഡ് ആയിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾക്ക് വേണം. അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഈ ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് വരുന്ന സ്റ്റുഡൻസിന് മാൻഡേറ്ററി ആണ്. നിങ്ങൾ പലപ്പോഴും ഫെയിലാകുന്നത് ആക്ച്വലി നിങ്ങൾക്ക് കഴിവില്ലാത്തതുകൊണ്ടൊന്നുമല്ല. ചിലപ്പോൾ നിങ്ങളെടുത്ത ആ ഒരു സ്ട്രാറ്റജി, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച മെത്തേഡ്സ് കറക്റ്റ് ആയിരിക്കില്ല, അല്ലെങ്കിൽ എക്സാം ടൈമിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള എന്തെങ്കിലും മിസ്റ്റേക്സ് ആയിരിക്കും. ടൈം മാനേജ്മെൻറ്റ് പ്രോപ്പർ ആവാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് പറ്റിയ മിസ്റ്റേക്ക്, അത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ആ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്ത് നെക്സ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാവാനായിട്ടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് വേണം. അതിനുവേണ്ടി സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യും വേണം. ദെൻ നെക്സ്റ്റ് വരുന്നൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, ഈ പ്രൊഫഷണൽ കോഴ്സ് ഈസി ആണെന്ന് പറഞ്ഞാൽ ആരും ജോയിൻ ചെയ്യരുത്. ACC ആണെങ്കിലും CMA USA ആണെങ്കിലും ഇന്ത്യൻ കോഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പാസ് പെർസെൻറ്റേജ് കൂടുതലുണ്ട്, അത് കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ പാസ് പെർസെൻറ്റേജ് കൂടുതലായത് ഈ കോഴ്സ് ഭയങ്കര ഈസി ആയതുകൊണ്ടൊന്നുമല്ല. ആക്ച്വലി പറയുകയാണെങ്കിൽ ACCയിലാണെങ്കിലും CMA USA ആണെങ്കിൽ നമുക്ക് സിലബസ് വരുന്നത് ഹൈ എൻഡ് സിലബസ് ആണ്, ഇൻ്റർനാഷണൽ ലെവലിലുള്ള സിലബസ് ആണ് വരുന്നത്, കരിക്കുലമാണ് വരുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ ഒരു പേപ്പർ വൈസ് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. നിങ്ങൾ ഓരോ പേപ്പർ പഠിച്ച് അത് പാസ്സായി നെക്സ്റ്റ് പേപ്പറിലേക്ക് പോയാൽ മതി. ആ ഒരു ഫ്ലെക്സിബിലിറ്റി നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് അത് കുറച്ചുകൂടെ ഈസി ആയിട്ട് സ്റ്റുഡൻസ് ഒരു കുറഞ്ഞ ഡ്യൂറേഷനിൽ കംപ്ലീറ്റ് ആകുന്നത്. അതിൻ്റെ അർത്ഥം ഇതിൽ എഫേർട്ട് വേണ്ട, നിങ്ങൾ പഠിക്കേണ്ടെന്നൊന്നുമല്ല. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ഇവിടെ ആവശ്യമാണ്. എഫേർട്ട് ഇടാൻ റെഡി ആയിട്ടുള്ളവർ, ഹാർഡ് വർക്ക് ഇടാൻ റെഡി ആയിട്ടുള്ളവരാണ് കോഴ്സിൽ ജോയിൻ ചെയ്യേണ്ടത്. ഈസി ആയിട്ട് പാസ്സാകാം എന്നൊരു അസംഷനിൽ ആരും ഇങ്ങോട്ട് വരണ്ട. എന്ന് വെച്ചാൽ ഹൈ ബ്രില്യൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഫുൾ A+കാർക്ക് മാത്രം, അല്ലെങ്കിൽ നിങ്ങൾ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആയിരിക്കണം അങ്ങനെയൊന്നുമില്ല, ടോപ്പ് സ്കോറേഴ്സ് ആയിരിക്കണം അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിലും ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിലും നമുക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒന്നും വരുന്നില്ല. നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ അത്യാവശ്യം നിങ്ങൾക്ക് എന്താണ് പഠിക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. നിങ്ങൾ ഈ കോഴ്സിൽ വന്നിട്ട് എത്രത്തോളം എഫേർട്ട് ഇടാൻ റെഡിയാണ്, അതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ ഒരു കോഴ്സിൽ വന്നിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് എഫേർട്ട് ഇടാൻ റെഡിയാണ്, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ പാസ്സാകും. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് എക്സാം ടെക്നിക് ഈസ് ഹാഫ് ഓഫ് ദി ഗെയിം. നിങ്ങൾ സിലബസ് ഫുൾ കംപ്ലീറ്റ് ചെയ്തു, പക്ഷേ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ആ ഒരു എക്സാമിനെ പറ്റി ഒരു ഐഡിയ ഇല്ല, നിങ്ങളുടെ എക്സാം എങ്ങനെയാണ് വരുന്നത്, എക്സാം ഫോക്കസ്ഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എത്ര സിലബസ് പഠിച്ചാലും എത്ര കോൺസെപ്റ്റ് പഠിച്ചാലും നിങ്ങൾ അവിടെ ഫെയിലാകും. സോ എന്ത് ചെയ്യുക, നമ്മുടെ എക്സാം കറക്റ്റായിട്ട് അനലൈസ് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ACCയുടെ കേസിലാണെങ്കിൽ നമുക്ക് ഒരുപാട് പ്ലാറ്റ്ഫോംസ്, ഒരുപാട് റിസോഴ്സസ് ACC തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ CMA USAയുടെ കേസിലാണെങ്കിൽ നമുക്ക് ആ ഒരു എക്സാം പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം പെൻ ആൻഡ് പേപ്പർ എക്സാം ഒന്നുമല്ല, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്, ഓൾറെഡി അറിയില്ലേ. പിന്നെ നിങ്ങൾ ബുക്കിൽ പ്രാക്ടീസ് ചെയ്തിട്ട് പോയിട്ട് എങ്ങനെ എക്സാം ഹാൻഡിൽ ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക, എങ്ങനെയാണോ ആക്ച്വൽ എക്സാം അതിൽ തന്നെ നമ്മൾ മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യുക. ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നിങ്ങൾ പ്രോപ്പറായിട്ട് മോക്ക് എക്സാംസിൽ ടൈം വെച്ചിട്ട് തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ നമ്മൾ ക്വസ്റ്റ്യൻസ് എങ്ങനെ അറ്റൻഡ് ചെയ്യുന്നു, അതുപോലെ അതിൻ്റെ ആൻസേഴ്സ് എങ്ങനെ കറക്റ്റായിട്ട് സ്ട്രക്ചേർഡ് ആയിട്ടാണ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്രോപ്പറായിട്ട് എക്സാം സ്ട്രാറ്റജി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പ്രോപ്പറായിട്ട് എക്സാം ഫോക്കസ്ഡ് ആയിട്ട് പ്രിപ്പറേഷൻസും മോക്ക് എക്സാംസും റിവിഷനും ക്വസ്റ്റ്യൻ പ്രാക്ടീസും ഇതൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ ജസ്റ്റ് നിങ്ങൾ സിലബസ് മാത്രം പഠിച്ചു അല്ലെങ്കിൽ കുറേ കോൺസെപ്റ്റ്സ് പഠിച്ചു ഇതുകൊണ്ട് മാത്രം കാര്യമില്ല. എക്സാം ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ അവിടെ ആവശ്യമാണ്. ദെൻ നെക്സ്റ്റ്, പല സ്റ്റുഡൻസും തിങ്ക് ചെയ്യുന്നത് ഓക്കെ ACC പാസ്സായി അല്ലെങ്കിൽ CMA USA പാസ്സായി, ഈ പാസ്സായ ഉടനെ ബിഗ് 4 കമ്പനീസ് അല്ലെങ്കിൽ MNCs നിങ്ങളുടെ വീട്ടിൽ വന്ന് ജോലി തരുമെന്നാണ് പല സ്റ്റുഡൻസും തിങ്ക് ചെയ്യുന്നത്.
പക്ഷെ റിയാലിറ്റി അതല്ല. നിങ്ങളിപ്പോൾ ACCA പാസ്സായി, CMA USA പാസ്സായി, അതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒരിക്കലും ഒരു ജോലി കിട്ടില്ല. ജോലി കിട്ടണമെങ്കിൽ എന്താണ്, ഇതൊരു ജസ്റ്റ് ഒരു എൻട്രി ടിക്കറ്റ് മാത്രമാണ്. നിങ്ങൾക്ക് വേക്കൻസീസ് വരും. ACCAക്കാർക്കാണെങ്കിലും CMA USCക്കാർക്കാണെങ്കിലും ഒരുപാട് ജോബ് വേക്കൻസീസ് വരുന്നുണ്ട്. അതിപ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലൊക്കെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അതിപ്പോൾ അബ്രോഡ് ആണെങ്കിലും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കതിന് അപ്ലൈ ചെയ്യാനുള്ള ജസ്റ്റ് ഒരു എൻട്രി ടിക്കറ്റ് മാത്രമാണ് ഈ ഒരു പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് നോർമലി ഉള്ള ഗ്രാജുവേറ്റ്സിനേക്കാളും നിങ്ങൾക്ക് അവിടെ പ്രിഫറൻസ് കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷേ ആ ഒരു ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു ജോബിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു ജോബിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജസ്റ്റ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള നോളജ് വേണം. നമ്മളുടെ അക്കൗണ്ട്സ് ആണെങ്കിലും ടാക്സ് ആണെങ്കിലും ആ ഒരു നിങ്ങളുടെ കോഴ്സ് സബ്ജക്റ്റിലുള്ള നോളജ് വേണം. പ്ലസ് നമുക്ക് വേണം, പ്രാക്ടിക്കൽ ആയിട്ടുള്ള കുറേ സ്കിൽസ്. അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് ഉണ്ട്, SAP, ഒറാക്കിൾ പോലുള്ള സോഹോ ബുക്സ്, ക്യൂക്ക് ബുക്സ് പോലുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതുപോലെ തന്നെ എക്സൽ, ഇതിൻ്റെയൊക്കെ അഡ്വാൻസ് ലെവൽ. ഇതൊക്കെ നമുക്ക് നിങ്ങളൊരു കോഴ്സ് എടുക്കണമെന്നൊന്നും നിർബന്ധമില്ല. നിങ്ങൾക്ക് യൂട്യൂബിൽ പോയിട്ട് അല്ലെങ്കിൽ ഫ്രീ സർട്ടിഫിക്കേഷൻസ് വരുന്ന ഒരുപാട് പ്രോഗ്രാംസ് ഇപ്പോൾ നിങ്ങൾക്ക് ലിങ്ക്ഡിനിൽ പോയാൽ കാണാം. അപ്പോൾ നിങ്ങൾ ചെയ്യുക, പ്രോപ്പറായിട്ട് ഇപ്പോൾ AI ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഓരോ സ്കിൽസൊക്കെ നമ്മൾ ലേൺ ചെയ്യാമെന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രീ ടൈംസിൽ നമുക്ക് എന്തെല്ലാം സ്കിൽസ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും, നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നത്, ഇതിൽ കൂടെ നിങ്ങൾ എന്തായിട്ടിരിക്കുക, അവെയർ ആയിട്ടിരിക്കുക. ദെൻ നെക്സ്റ്റ് വരുന്നൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, നിങ്ങൾ പലപ്പോഴും ഈ ഒരു കോഴ്സിലേക്ക് വരുമ്പോൾ ആക്ച്വലി ജേണി ചിലപ്പോഴും പല സ്റ്റുഡൻസിനും ഇതൊരു ലോങ് ജേണി ആയിരിക്കും. ചിലപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ടൊക്കെ ആയിരിക്കും പാസ്സാവുക. അപ്പോൾ പലപ്പോഴും നിങ്ങൾ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേറെ ഫ്രണ്ട്സോ മെൻറ്റേഴ്സോ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയൊരു സ്ട്രഗിൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളവിടെ വീണു പോകും. അപ്പോൾ അതുകൊണ്ട് ചെയ്യുക, എപ്പോഴും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, അത് ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ നിന്നുള്ള ഒരാളായിരിക്കും. എപ്പോഴും ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് വരുന്നത് നിങ്ങളുടെ ഈ സെയിം കോഴ്സ് ചെയ്യുന്ന ഈ ഒരു സെയിം ജേണിയിലൂടെ പോകുന്ന ആൾക്കാരുണ്ടായിരിക്കും, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അവരുമായിട്ട് ചെയ്യുക, നല്ല നെറ്റ്വർക്ക്സ് കീപ്പ് ചെയ്യാനായിട്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ ACCA ആണ് പഠിക്കുന്നതെങ്കിൽ ആ ഒരു ACCA പഠിക്കുന്ന സ്റ്റുഡൻസും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് നല്ല കണക്ഷൻസ് ബിൽഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും. ഇപ്പോൾ പ്രിപ്പറേഷൻ ടൈമിലാണെങ്കിലും നിങ്ങളൊന്ന് ഫെയിൽ ആകുമ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ടൊരു ഫ്രണ്ട് നിങ്ങൾക്കുള്ളത്, അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഒരു ഫെയിലിയർ സ്ട്രഗിൾ ഫേസ് ചെയ്യുമ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ആ ഒരു കണക്ഷൻസ് നിങ്ങൾ നാളെ ജോബിലേക്ക് കയറുമ്പോഴും നമുക്ക് ഈ ഒരു റെഫറൽസ് ത്രൂ ഉള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ ഹൈ ആണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുക, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ട്, അതുപോലെ നിങ്ങളുടെ മെൻറ്റേഴ്സ് ആയിട്ടൊക്കെ, അതായത് എപ്പോഴും നിങ്ങൾക്കൊരു നല്ല മെൻറ്റർ, ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ ഈ ഒരു ജേണി നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അപ്പോൾ എപ്പോഴും ചെയ്യുക, ഇൻഡസ്ട്രിയിൽ തന്നെ, അതായത് ACCA ആണെങ്കിൽ ACCA, CMA USA സ്റ്റുഡൻ്റ് ആണെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരുമായിട്ട് ചെയ്യുക, നല്ല കണക്ഷൻസ് ബിൽഡ് ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കുക. അത് ചിലപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെടുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ലിങ്ക്ഡിൻ ത്രൂ ഉള്ള പ്രൊഫഷണൽ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്തിട്ട് ചെയ്യുക, ഈ ഒരു ജേണിയിൽ അല്ലെങ്കിൽ നാളെ ജോബിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗൈഡൻസ് ചോദിക്കാവുന്ന രീതിയിൽ ചെയ്യുക, നല്ല കണക്ഷൻസ് ബിൽഡ് ചെയ്യാനായിട്ട് നോക്കുക. ദെൻ നെക്സ്റ്റ് വരുന്ന കാര്യമാണ്, നമുക്കറിയാം ഈ ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ പ്രത്യേകിച്ച് ACCA, CMA, USA എന്നൊക്കെ പറയുന്നത് ഇൻ്റർനാഷണൽ കോഴ്സുകളായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫീസ് ചെറുതല്ല. അത്യാവശ്യം നല്ല ഫീ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി നിങ്ങൾക്കറിയാമല്ലോ, നമുക്കൊരു എക്സാം ഫീ എത്രയാണ് വരുന്നത്, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഫീ എത്രയാണ് വരുന്നതെന്നൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ നിങ്ങൾ ഒരു അറ്റംപ്റ്റ് ഫെയിൽ ആയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ വീണ്ടും ആ ഒരു ഇത്രയും എമൗണ്ട് വീണ്ടും റീപേ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ചെയ്യുക, അറ്റംപ്റ്റ് പ്ലാൻ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാനായിട്ട് നോക്കാം. നിങ്ങളിപ്പോൾ ജസ്റ്റ് എക്സാം എഴുതണം, അല്ലെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം അന്നൊന്നും പറഞ്ഞ് എക്സാം എഴുതാനായിട്ട് പോകരുത്. നിങ്ങൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്, പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, മോക്ക് എടുത്ത് അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു ടൈം പീരീഡിനുള്ളിൽ റിവിഷൻ കംപ്ലീറ്റ് ചെയ്ത് എക്സാം നല്ല കോൺഫിഡൻറ്റോടെ അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം എക്സാം രജിസ്ട്രേഷനിലേക്ക് പോവുക. വെറുതെ രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് ടെസ്റ്റ് കളിക്കാനായിട്ട് ഇവിടെ എക്സാം ഫീസ് ഹൈ ആയിരിക്കും വരിക. അതുകൊണ്ട് തന്നെ ചെയ്യുക, നിങ്ങളുടെ ആ ഒരു എക്സാം പ്ലാൻസ് പ്രോപ്പറായിട്ട് ചെയ്യുക, പ്ലാൻ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഡിസിപ്ലിൻഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കരിയറിലേക്ക് എത്താനായിട്ടും. അതുപോലെ തന്നെ വേറൊരു അഡീഷണൽ പോയിന്റ് കൂടെ പറയുന്നുള്ളത്, പല സ്റ്റുഡൻസും തിങ്ക് ചെയ്യുന്നത് നമ്മൾ പാസ്സായി
അപ്പം തന്നെ നമുക്കൊരു ഹൈ സാലറി ജോബ് കിട്ടും എന്നാണ്. പക്ഷേ റിയാലിറ്റി അതല്ല. ഒരു ഫസ്റ്റ് 2 ഇയേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ലേണിംഗ് ഫേസ് ആയിരിക്കും. ആ ഒരു ടൈമിൽ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾക്ക് എത്രത്തോളം എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ പറ്റും എന്നാണ്. ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ ഗെയിൻ ചെയ്തു, സ്കിൽസ് ഉണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് എന്തായിരിക്കില്ല, ഗ്രോത്തിനുള്ള അൺലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കും. സോ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻസിൽ ഫോക്കസ് ചെയ്യുക. അതിനൊപ്പം തന്നെ എന്ത് ചെയ്യുക, എക്സാം പോലെ തന്നെ നമുക്ക് സ്കിൽസും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ ഈ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തായാലും എന്ത് ചെയ്യുക, ഈ ഒരു കോഴ്സ് ഓൾറെഡി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നോക്കുക. ഇതിനെപ്പറ്റി പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഐഡിയ അല്ലെങ്കിൽ ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതും ഇമ്പോർട്ടൻ്റ് ആണ്. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സ്കിൽസും ഡെവലപ്പ് ചെയ്യാനായിട്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. അതുപോലെ നമ്മുടെ എൻട്രി കൊമേഴ്സ് പ്രോയുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ നമ്മൾ ACC CMA USA റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് യൂസ്ഫുൾ കോണ്ടന്റ്സ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇനിയും ഇതിൽ വരുന്നതായിരിക്കും. അതുപോലെ ഞങ്ങളുടെ ഇൻസ്റ്റാ പേജ് ത്രൂ കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾ ജോബ് അപ്ഡേറ്റ്സ് കാര്യങ്ങൾ നോക്കണം, അല്ലെങ്കിൽ കോഴ്സിൻ്റെ റിയൽ ടൈം അപ്ഡേറ്റ്സിനായിട്ട് നമുക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി പേജ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കാണും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇത് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഈ ഒരു കോഴ്സ് പഠിക്കുന്ന മറ്റ് ഫ്രണ്ട്സിനൂടെ ഷെയർ ചെയ്തേക്കാം.